ഇതൊരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? ഒരു പാത്രം എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഞാനേ ഇത് പച്ചത്തക്കാളി എന്ന് പറഞ്ഞിട്ട് ചെന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ ഇവരില്ലേ നോർത്ത് ഇന്ത്യക്കാരൊക്കെ മേടിക്കണം. അപ്പൊ ചോദിച്ചത് ഇത് പച്ചത്തക്കാളി അല്ല, ഇതിന്റെ പേര് തിണ്ടി എന്നാണ്. തിണ്ടി കണ്ടോ? ഇതാണ് സാധനം. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചത് എന്താ ഉണ്ടാക്കുകയെന്ന്. അപ്പൊ അവരോട് വറുത്തരച്ച് കറി ഉണ്ടാക്കും. അതാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, നല്ല ഇങ്ങനെ ഹാർഡായിട്ടുള്ള വേണം എടുക്കാൻ. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഞങ്ങളത് എടുക്കരുത്. അപ്പൊ ഞാൻ കുറച്ച് വലുത് നോക്കിയെടുത്തപ്പോൾ അവരോട് അങ്ങനെ എടുക്കല്, ചെറുത് നോക്കിയെടുക്കും, ഞങ്ങളത് എടുക്കലേ എന്ന് പറഞ്ഞു. ഇതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ എടുത്തു തന്നു. അപ്പൊ എന്തായാലും ഞാനിത് കറി വെച്ച് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ചുമന്ന് വരുമ്പോൾ ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. നമുക്കൊരു 3-4 വെളുത്തുള്ളി, ഒരു 3-4 ചുവന്നുള്ളി ഇടാം. എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നന്നായിട്ടത് ചൂടാക്കി എടുക്കാം. ഈ പൊടികളൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയിട്ട് ഇത് അരച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചത് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞതും 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു പകുതി തക്കാളി ചേർക്കും. അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ മതി. തക്കാളി നല്ലോണം വഴറ്റി ഒന്നും വേണ്ട കേട്ടോ, ഒന്ന് പതുക്കെ ഒന്ന് വാടിയാൽ മതി. നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം. തിണ്ടാന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. മലയാളത്തിൽ ഇതിന്റെ പേര് നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ എനിക്ക്. അതുകൊണ്ട് ഞാൻ അതിന് തിണ്ടാന്ന് തന്നെ പറയുന്നത്. ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എപ്പോഴും ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച്, ഞാനൊരു അടുപ്പിൽ തിളപ്പിച്ചിടും വെള്ളം. എന്നിട്ട് അതാണ് വേവാനൊക്കെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിക്കുക, അപ്പോഴാണ് കറികൾക്ക് സ്വാദം ഉണ്ടാവുന്നത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അരപ്പിയാക്കാം. ഇതിനെ കുറച്ച് വേവുള്ള കഷ്ണമാണ് കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടില്ല. തക്കാളി പോലെ ഇരിക്കണമെങ്കിലും വേവുണ്ട്. അരപ്പെല്ലാം ചേർത്തു. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം. കറി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. കറി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇത് ഞാൻ സാധാരണ കണ്ടിട്ടില്ല, മാർക്കറ്റിൽ ഉണ്ടോയെന്ന് അറിയില്ല. ഏതായാലും തിണ്ട കൊണ്ടൊരു കറി ഉണ്ടാക്കി. അപ്പോൾ ഈ സാധനം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കും. സ്വാദുണ്ട് കേട്ടോ, നല്ലതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.